എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ഡെത്ത് കാർഡ്, Star Energy, 3 of Cups, 6 of Swords, Wheel of Fortune, High Priestess Energy. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം വളരെയധികം പോസിറ്റീവ് എനർജിയാണ്. ഒത്തിരി സാധ്യതകൾ, ഒത്തിരി നേട്ടങ്ങൾ നൽകുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. അതിനൊരു ഡെത്ത് ആൻഡ് സ്റ്റാർ കാർഡാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ജീവിതം, പുതിയൊരു ജീവിതം നിങ്ങൾക്കായിട്ട് തുറന്നു വഴി തെളിഞ്ഞു വരുന്നൊരു സമയമാണ്. ഈ ഒരു പുതിയൊരു ജീവിതം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുമ്പോൾ അത് വളരെയധികം നിങ്ങൾ തൃപ്തിയോടുകൂടി ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് വരെ നിങ്ങളിത് കേൾക്കുന്നത് വരെയുള്ള സമയം സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ നെക്സ്റ്റ് മാസത്തിലേക്ക് കടക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് പല മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉള്ളൊരു സമയമാണ് അത്. ഒന്ന് പിന്നെ എടുത്ത് പറയാനുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച ശിവക്ഷേത്രം സന്ദർശിക്കുന്നത്, നാഗദൈവങ്ങളെ പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള, അല്ലെങ്കിൽ ശിവക്ഷേത്രം എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നാഗങ്ങളുടേതായിട്ടുള്ള പ്രതിഷ്ഠയുണ്ടാവും ഒട്ടുമിക്ക ഇടങ്ങളിലും. അപ്പോൾ നാഗങ്ങളെ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടുകൾ കാര്യങ്ങൾ ആയില്യം ദിവസം പ്രത്യേകിച്ച് ക്ഷേത്രം സന്ദർശിക്കുക, അല്ലെങ്കിൽ നാഗങ്ങളുടേത് മാത്രമായിട്ടുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ വളരെ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അനുഗ്രഹം, ദൈവാനുഗ്രഹം വേണ്ടുവോളമുള്ള ഒരു സമയമായതുകൊണ്ട് അത് നിലനിർത്തുന്നതും അതേപോലെ തന്നെ ആ ദൈവാനുഗ്രഹം നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുണ്യമായിട്ട് വരാൻ വേണ്ടുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലി ആയിക്കൊള്ളട്ടെ, കുടുംബ അന്തരീക്ഷമായിക്കൊള്ളട്ടെ, പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒക്കെ ഒത്തിരി നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണെന്ന് പറയാം. കാരണം പലപ്പോഴും ചില സമയങ്ങളിൽ നമ്മൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളതിനെ കൊച്ചാക്കി കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വേറെ വഴിയിൽ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നിലനിർത്തി തരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയും അതിന് അനുഭവവേദ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡെത്ത് എനർജിയാണ്. സോ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് എന്നാണ് നമ്മൾ പറയുക. അതായത് ഒരു വളരെയധികം മാറ്റത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമുക്കൊരു റീബേർത്ത് അല്ലെങ്കിൽ ഒരു പുനർജന്മം എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും പര്യവസാനിച്ച് പുതിയൊരു തുടക്കമാണ്. അപ്പോൾ അത് ജോലി സംബന്ധ കരിയർ പാത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതങ്ങനെയല്ല, അതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് വേണ്ടുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടാവാം. അപ്പോൾ ഈ ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി തൃപ്തി തരുന്ന കാര്യം കൂടിയിട്ടാണ്. അതേപോലെ തന്നെ സ്റ്റാർ ആൻഡ് 3 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ എടുത്ത് പറയാനുള്ള. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി റെസ്റ്റ്ലെസ് ആയിട്ടുള്ള എനർജി, അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ആക്റ്റീവായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ആ ഒരു എനർജിയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ആ ഒരു പ്രായത്തിൻ്റേതായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ, ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഒത്തിരി ക്യൂറിയസ് ആയതുകൊണ്ട് പുതിയ പല കാര്യങ്ങളും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് കണ്ടെത്താനും അറിയാനും ഒക്കെയുള്ള ശ്രമങ്ങളും, അങ്ങനെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ ഐഡിയാസ് കാര്യങ്ങൾ വരികയും അത് ചില ആളുകളെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ചും നിങ്ങളെന്തോ ഗവേഷണം അല്ലെങ്കിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യത്തിലേക്ക് ഇറങ്ങുന്നതാവും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും കണ്ടെത്തുന്നതോ പേറ്റൻ്റ് എടുക്കുന്ന ഒരു സാഹചര്യം എല്ലാവരിലും ഈ ഒരു എനർജി എന്നല്ല ആ ഒരു ലെവൽ വരെ എത്താവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ചില ആളുകളിൽ അതിനുള്ളൊരു സാധ്യതയും മറ്റും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ആഘോഷങ്ങൾ, ഒത്തുചേരലുകൾ, ഫ്രണ്ട്സ്, സൗഹൃദങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൗഹൃദങ്ങൾ, ഒത്തുചേരലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി സംസാരങ്ങളും ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം,
എന്താണ് ഒരു ഗോസിപ്പ് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു നിന്നിരുന്നൊരു കാര്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ചില വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇന്നൊരാൾ നിങ്ങൾക്ക് മനസ്സിലൊരു സംശയം ഉണ്ടായി, ഈ ഒരു പറയുന്ന വ്യക്തിയെ വിശ്വസിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് മുന്നോട്ടേക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു വ്യക്തി ഇനി അങ്ങോട്ടേക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഉള്ളതിനുള്ളൊരു തെളിവ് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 3 of Cups ആൻഡ് 6 of Swords എനർജിയാണ്. ഫെയർവെൽ പോലത്തെ ഒരു പാർട്ടി കാണിക്കുന്നുണ്ട്. ഫെയർവെൽ പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ മാറി പോകുന്ന ഒരു എനർജിയാണ്. പക്ഷെ അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ വിട്ടുപോകുന്നതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ടെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തും പുതിയൊരു ഇടത്തേക്ക് മാറുന്നതായിരിക്കും. ഇതൊരു പല ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ നിങ്ങളുടെ രാജ്യത്തുനിന്ന് വിദേശ രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്നതിനുള്ളൊരു അവസരം. അപ്പോൾ അവിടെ നിന്ന് മാറും. അതിൻ്റെ ഫെയർവെൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒത്തുകൂടൽ കാര്യങ്ങളൊക്കെ ആവും സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 6 of Swords ആൻഡ് Wheel of Fortune എനർജി കണക്ഷൻ സിറ്റുവേഷൻ വളരെയധികം സാധ്യതകളുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി നല്ല രീതിയിൽ മുന്നേറാനായിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ അത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ള, അതായത് പല കാര്യങ്ങൾക്കും നിവൃത്തിയില്ലാത്ത ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കുന്നു, സാമ്പത്തികമായിട്ടും അല്ലാതെയും സഹായിക്കുന്നു. ചില ആളുകൾക്ക് സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അവർക്ക് കുറച്ച് സമയം അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരിക്കും വേണ്ടത് ആളുകൾ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹൈ പ്രീസ്റ്റസ് എനർജി ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ധനം സമ്പാദിക്കുക അല്ലെങ്കിൽ സമ്പത്ത്, ധനം, സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനല്ല. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യ സഹജമായിട്ടുള്ള, അതായത് മറ്റുള്ളവരോടുള്ള സ്നേഹവും കാരുണ്യവും ഒക്കെ ഒത്തിരി നിങ്ങൾ മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റങ്ങൾ. അപ്പോൾ ഇതൊക്കെ അതായത് നിങ്ങൾ സ്പിരിച്വലി, ഇമോഷണലി, മെൻ്റലി എന്നൊക്കെ പറയുന്ന പോലെ മറ്റുള്ളവരോട് ഈ ഒരു ഭൗതികമായിട്ടുള്ള ലോകത്തിലും ആ ഒരു ആത്മീയ ലോകത്തിലും ഒരുപോലെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുന്ന അവസരമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷനോ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ചില ആളുകൾ റേക്കിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇതുപോലെ അസ്ട്രോളജി പഠിച്ചിട്ട് അല്ലെങ്കിൽ റേക്കി ഹീലിങ്ങോ അതേപോലെ എന്തോ പഠിച്ച് അതിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളെപ്പോഴും ആത്മീയത എന്ന് കാണുന്ന ഇതുപോലുള്ള എന്തെങ്കിലും ഇപ്പോൾ അസ്ട്രോളജി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, അതിൻ്റെ അപ്പുറത്തേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തൊട്ടറിയുന്ന, നിങ്ങളുടെ ആത്മാവിനെ തൊട്ടറിയുന്ന ഒരു സാധ്യത എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും വിട്ടിട്ട്, അതായത് ഭൗതിക ലോകം വിട്ടിട്ട് വേറൊരു ഇതിലേക്ക് പോവുക എന്നുള്ളതല്ല. നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു ഭൗതിക ലോകത്തിൽ വേണ്ടുന്ന നല്ല ജോലി, നല്ല രീതിയിലുള്ള ജീവിതം, ലക്ഷറി, ഇവിടെ ചില ആളുകൾക്ക് ലക്ഷറി ലൈഫിലേക്ക് പോകാനുള്ള സാധ്യത, ഈവൻ ലോട്ടറി അടിക്കാനുള്ള സാധ്യത വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് പോകുന്ന ഒരു സമയം, അതോടൊപ്പം തന്നെ നിങ്ങൾ കൈകോർത്ത് പിടിച്ച ആ ഒരു സ്പിരിച്വാലിറ്റിയുമായിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് പോകുന്ന എനർജിയാണ് കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ പ്രമോഷനോ ശമ്പള വർധനവോ, കമ്പനി വിദേശ രാജ്യത്തേക്ക് പറഞ്ഞു വിടുന്ന ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വിദേശത്തേക്ക് സെറ്റിലാകാൻ പോകുന്ന സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നു, സെലിബ്രേഷൻസ് കാര്യങ്ങൾ, സുഹൃത്തുക്കളായിട്ട് എൻജോയ് ചെയ്യുന്നതിന് അവസരങ്ങൾ, അതോടൊപ്പം തന്നെ യോഗ, മെഡിറ്റേഷനോ അല്ലെങ്കിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന
ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, ഇതിലൊക്കെ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ടും ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.